ഹബീബികളെ ഗൈസ്, അപ്പോൾ പുതിയ നമ്മുടെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നാളെ നോമ്പാണ്, നാളെ നോമ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്ന് മുതൽ വീഡിയോ തുടങ്ങാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോമ്പിന് കുറേ പരിപാടികൾ, സ്പോർട്സ് ഡേ കുറേ പരിപാടികൾ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങളെയും കൂടി കാണിക്കാമെന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ്. പിന്നെ നമ്മുടെ നോമ്പ് ദിവസം എങ്ങനെയായിരിക്കും, നോമ്പൊക്കെ എങ്ങനെ കടന്നു പോകും എന്നുള്ളതൊക്കെ ഞാൻ നിങ്ങളതൊന്ന് കാണിക്കാം. ഞാനിന്ന് എൻ്റെ താടി ഒന്ന് സെറ്റാക്കി. കാരണം ഇന്ന് മുതൽ വ്ളോഗ് എടുക്കുക എന്നുള്ളൊരു പ്ലാനുകൊണ്ട് ഞാനിങ്ങനെ തുടക്കങ്ങൾക്ക് ഞാൻ വ്ളോഗ് ഇങ്ങനെ മിനി വ്ളോഗ്സ് മാത്രമേ സാധാരണ ചെയ്യലുള്ളൂ. അപ്പോൾ മിനി വ്ളോഗ്സ് മാറ്റിയിട്ട് നമ്മൾ ഇനി ഡെയിലി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം എന്നുള്ളൊരു പ്ലാനിൽ ഇപ്പോൾ എന്തത് കാൽമ കടിച്ചത്. ഇപ്പോൾ ഞാൻ ഡിന്നർ കഴിച്ചിട്ടിരിക്കുകയാണ്. പിന്നെ തറാവി തുടങ്ങി, പക്ഷേ തറാവിക്ക് ഞാനിന്ന് പോയിട്ടില്ല. കാരണം ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ വരുന്നത് ഇപ്പോഴാണ്. ഇപ്പോൾ ഏകദേശം 11 മണിയായി. ഞാൻ രാവിലെ 11 മണിക്ക് പോയതാണ്. എൻ്റെ ഡ്യൂട്ടി രാവിലെ 11 തൊട്ട് വൈകുന്നേരം 7 മണി വരെ ഉള്ളൂ. പക്ഷേ ഞാൻ ഇന്നെത്തിയത് 10-11 മണിയായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ വർക്കിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ്. നമ്മുടെ വർക്കിൻ്റെ ഒരു പ്രഷർ ഇപ്പോൾ കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് സ്റ്റേബിൾ ആവുന്നവരെ സ്റ്റേബിളാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്രയും കഷ്ടപ്പെടുന്നത്. അപ്പോൾ ആവുന്ന വരെയാണ് ഈ പ്രശ്നം. ഏകദേശമൊക്കെ ആക്കി വരുന്നുണ്ട്. അപ്പോൾ നാളെ മുതൽ എൻ്റെ ഡ്യൂട്ടി ടൈം 10 to 4, 6 മണിക്കൂറുള്ളൂ. ഇത് 6 മണിക്കൂറായിരിക്കും, അത് 6 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നിൽക്കേണ്ടി വരുമോ എന്നറിയില്ല. കഴിയണതും ഞാൻ 6 മണിക്കൂർ നിന്നിട്ട് ഓടും. കാരണം കഴിഞ്ഞ ഒരു 2 ആഴ്ച മുന്നേ നോമ്പുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ നോമ്പെടുത്ത സമയത്ത് തന്നെ റൗണ്ട്സും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഒരു വൈക്കായി. അപ്പോൾ അതേപോലെ അത് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. എന്തായാലും ഇനി നാളെ മുതൽ അറിയാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാനൊരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മുടെ ഒരു സ്റ്റാഫ്, എൻ്റെ പേര് കണ്ടോ, കാണുന്നുണ്ടോ, നമ്മുടെ ഒരു സ്റ്റാഫ് ഗിഫ്റ്റ് തന്നതാണ് റമദാൻ പ്രമാണിച്ച്. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് പൊട്ടിച്ച് കാണിച്ചു തരാം. എന്തൊക്കെയായിരിക്കും എന്നറിയില്ല, നമുക്കത് ഞാനിപ്പോഴാണ് കാണുന്നത് കേട്ടോ. ഓ, ഫസ്റ്റ് തന്നെ ഉള്ളത് മാഷാ അല്ലാഹ്, നല്ല ഡിസൈനുള്ള നല്ലൊരു ദസ്ബി. ഇപ്പോൾ ഇത് കണ്ടിട്ട് ഉമ്മാൻ്റെ കോൾ ഉണ്ടാവും, ഇത് വരുമ്പോഴേ ആ ദസ്ബി ഒന്ന് കൊണ്ടുവരണ്ടിട്ടാ, എനിക്കതിനപ്പോൾ ദസ്ബി എന്ന് പറയും. വല്യമ്മക്കാരെയും കണ്ടു കഴിഞ്ഞാൽ ഇത് മാഷാ അല്ലാഹ് നല്ല രസമുണ്ട്. ഇതൊന്ന്, പിന്നെ ഒരു നമ്മുടെ ബ്രെഡ്, സ്വീറ്റ് ബ്രെഡാണ്. പിന്നെ ഈത്തപ്പയം, പിന്നെ ഫുള്ള് ഫുഡാണല്ലോ. ബിസ്ക്കറ്റാ, പ്രീമിയം ക്വാളിറ്റി. എന്ത് ബിസ്ക്കറ്റാ? അറബിക് സാധനമാണ്. ഓഹോ, ഒരു ചെറിയ പാട്ടറച്ച് മിച്ചർ. ഈ മിച്ചർ പിന്നെ ഇത് പൊട്ടിച്ചൊരു ഈ ഗിഫ്റ്റ് എനിക്ക് മാത്രമല്ല കേട്ടോ, പിന്നെ ഹോസ്പിറ്റലിൽ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നമുക്ക് മുസ്ലിംസിന് എല്ലാവരുടെയും ദസ്ബി ഉണ്ട്. ബാക്കിയുള്ളതിലൊന്നും ദസ്ബി ഇല്ല. പിന്നെ നമ്മുടെ ഒരു സ്റ്റാഫ്, അസ്മ എന്ന് പറഞ്ഞൊരു സ്റ്റാഫ് തന്നതാണ്. അതിങ്ങനെ ഇങ്ങനെ കൊടുക്കാനൊരു മനസ്സുമാണ്. ശരിക്കും ഭയങ്കര വെരി അപ്രീഷിയേറ്റ് ദാറ്റ്. എനിവേ, ഇപ്പോൾ ഈ മിച്ചർ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു, ഓൾറെഡി കഴിച്ചത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇത് പൽച്ചക്കൊക്കെ പയം കുത്തിയിട്ട് തന്നു. പിന്നെ ഇത് പൊളിക്കും, ഇത് ബെഡിൻ്റെ സൈഡിലൊക്കെ വെക്കാം. ഇത് ലൈറ്റ് എത്തിക്കട്ടോ. പലർക്കും പല കളറാണ്. എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ സൈഡിലൊക്കെ വെക്കല്ലേ, എവിടെയൊക്കെ തൂക്കിയിട്ടൊക്കെ ചെയ്യല്ലേ. മാഷാ നല്ല രസമുണ്ടല്ലോ അല്ലേ. ഓക്കെ, സോ താങ്ക് യു ഫോർ അസ്മ. ഇത് നമുക്കെല്ലാവർക്കും തന്നതിന് എനിക്കിതൊക്കെ ഉള്ള സമയങ്ങളിലൊക്കെ പെരുമാറും. പക്ഷേ എനിക്ക് ഇൻ ദിസ് ബാഗ് ഐ റിയലി ലവ്ഡ് ദിസ് വൺ, മോസ്റ്റ് ലവ്ഡ്. അപ്പോൾ ഇനി എൻ്റെ അടുത്ത പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ, സ്ക്രിപ്റ്റ് ഉണ്ട്. അപ്പോൾ അതിനുള്ള വീഡിയോസ് സെറ്റാക്കണം. ഇത് ഇൻസ്റ്റഗ്രാമിനും പിന്നെ ഹിലു എന്ന് പറഞ്ഞ യൂട്യൂബ് അക്കൗണ്ടിനും കൂടിയുള്ള പിന്നെ വീഡിയോസാണ്. അപ്പോൾ അത്
അതിൻ്റെ തയ്യാറെടുപ്പിലേക്ക് പോവാണ് ഞാനിനി. ഓക്കെ, അപ്പോൾ കുറച്ച് കണ്ടൻസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് എനിക്കിനി സ്ക്രിപ്റ്റ് ഓൾറെഡി ഞാൻ ചെയ്തിട്ട് നോട്ടിലിട്ട് വെക്കും. ഇനി അത് ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ സെൻറ്റൻസ് ഡിസ്ക്രൈബ് ചെയ്തിട്ടൊക്കെ ആയിട്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യണം.